പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് പിച്ചയെടുത്ത് പ്രതിഷേധിച്ച മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ഹർജിയിൽ മറുപടി നൽകാൻ സർക്കാർ സാവകാശം തേടി. കേസ് ഇന്ന് തന്നെ വീണ്ടും പരിഗണിക്കും. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും. പറയൂ. അല്പസമയം മുമ്പാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുകയുണ്ടായത്. കോടതി ചില നിരീക്ഷണങ്ങൾ ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്. അതായത് സർക്കാർ പറഞ്ഞത് ഇത് രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്. മാത്രമല്ല തങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, ആവശ്യത്തിന് ഫണ്ട് തങ്ങളുടെ കൈവശമില്ല എന്ന് സർക്കാർ ഇന്ന് കോടതി മുമ്പാകെ അറിയിക്കുകയുണ്ടായി. തുടർന്ന് കൂടുതൽ സമയം ഈ വിഷയത്തിൽ വേണമെന്ന് സർക്കാർ കോടതി മുമ്പാകെ അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ കോടതി ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. കോടതി ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്: രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എന്ന സർക്കാർ നിലപാട് ദൗർഭാഗ്യകരമാണ്. മറിയക്കുട്ടി എങ്ങനെ ജീവിക്കും? ഇക്കാര്യത്തിൽ സർക്കാർ മറുപടി പറയണം എന്ന് ഇന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പെൻഷൻ തുക എപ്പോൾ കൊടുക്കാനാകുമെന്ന കാര്യത്തിലടക്കം സർക്കാർ മറുപടി നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് തന്നെ ഈ വിഷയത്തിൽ മറുപടി വേണം. 1:45 കേസ് പരിഗണിക്കുമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി. 1:45 കേസ് വീണ്ടും പരിഗണിക്കും. സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. മാത്രമല്ല രാഷ്ട്രീയ പ്രേരിതമാണ് മറിയക്കുട്ടിയുടെ ഈ ഹർജിക്ക് കാരണം എന്ന നിലപാടും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഏതായാലും മറിയക്കുട്ടിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകണം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. കോടതി ഈ കേസ് ഹർജി 1:45 വീണ്ടും പരിഗണിക്കും.